നമ്മൾ ഒരു വാഹനം ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോഴും വണ്ടി പാർക്ക് ചെയ്യുമ്പോഴും വ്യത്യസ്ത റോഡുകളിൽ പോകുമ്പോഴും വെളിയിലുണ്ടാകുന്ന അന്തരീക്ഷത്തിന് അനുയോജ്യമായിട്ട് AC-യുടെ മോഡുകൾ എങ്ങനെ നമുക്ക് മാറ്റി ഉപയോഗിക്കാം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാം. നമ്മളൊരു വാഹനം പാർക്ക് ചെയ്തതിന് ശേഷം വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ചും നമ്മൾ വീട്ടിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ വാഹനത്തിലേക്ക് കയറുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു എയർ ടൈറ്റ് ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു മണം അല്ലെങ്കിൽ ഒരു നാറ്റം നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യും. കാരണം ഇത് ഇത്രയധികം സമയം വണ്ടി പാർക്ക് ചെയ്ത് കിടക്കുന്നത് മുഖാന്തരം, ഗ്ലാസ് എല്ലാം കയറ്റി ഇട്ടേക്കുന്നത് മുഖാന്തരം എയർ ടൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള മണം വരുന്നത്. അതുകൊണ്ട് തന്നെ വാഹനത്തിൽ കയറിയാൽ ഉടൻ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, 4 പവർ വിൻഡോകളും കൃത്യമായിട്ട് താഴ്ത്തിയിടുക. താഴ്ത്തിയിട്ടതിന് ശേഷം ചെറിയൊരു തുണി ഉപയോഗിച്ച് നിങ്ങളുടെ AC-യുടെ വിൻഡോകളുടെ ഏതെങ്കിലും ഭാഗത്ത് ചെറിയ പൊടികൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടച്ച് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിടുക. അതിനുശേഷം AC ചെറിയൊരു സ്പീഡിലേക്ക് ഇടുക. സ്പീഡിലേക്കിട്ട് നമ്മൾ AC ഓൺ ആക്കുമ്പോൾ ഈ വിൻഡോകളിൽ നിന്ന് വരുന്ന ആ ചെറിയ ഒരു എയർ ആ ഒരു ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള പൊടിപടലങ്ങൾ ഉണ്ടെങ്കിൽ അത് കൂട്ടി വെളിയിലേക്ക് വരികയും നമ്മൾ ഓൾറെഡി നമ്മളുടെ വണ്ടിയുടെ പവർ വിൻഡോ താഴ്ത്തി ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ചെറിയ നാറ്റങ്ങളും ഈ പൊടിപടലങ്ങളും ഒക്കെ വെളിയിലേക്ക് പോവുകയും ചെയ്യും. ശേഷം നിങ്ങൾ വാഹനത്തിൻ്റെ പവർ വിൻഡോകൾ കയറ്റിയിട്ടതിന് ശേഷം പിന്നീട് നിങ്ങളുടെ ഡ്രൈവിംഗ് ആരംഭിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പോയിന്റ്, ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴും പാർക്ക് ചെയ്യുമ്പോഴും AC-യുടെ മോഡുകൾ എങ്ങനെ ശരിയായ രീതിയിൽ മാറ്റി ഉപയോഗിക്കാം. മാനുവലായിട്ട് കൺട്രോൾ ചെയ്യുന്ന AC ഉള്ള വാഹനങ്ങളുണ്ട്, ടച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്ന AC ഉള്ള വാഹനമുണ്ട്. ഏതിലാണെങ്കിലും ഈ മോഡുകൾ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് മാനുവലായിട്ട് കൺട്രോൾ ചെയ്യുന്ന AC ഉള്ളൊരു വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നിങ്ങൾ പല ആൾക്കാരും ഉപയോഗിക്കാത്ത ഒരു മോഡാണ്, ഒരു കാറിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ആ പടത്തിൽ ഉള്ളിലായിട്ട് ഒരു U രീതിയിൽ ഒരു ആരോയും കൊടുത്തിട്ടുണ്ട്. ആ ഒരു മോഡിലേക്ക് ഈ നോബ് നമ്മൾ ചേഞ്ച് ചെയ്ത് ഇടുകയാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് വാഹനത്തിൻ്റെ ഉള്ളിലുള്ള എയറിനെ റീസർക്കുലേറ്റ് ചെയ്ത് AC ആയിട്ട് ഉപയോഗിക്കുന്ന മോഡാണ്. അതായത് നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ വെളിയിൽ പൊടിപടലങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ഒരു ട്രാഫിക്കിലൂടെയാണ്, വെളിയിൽ ചെറിയ നാറ്റമുള്ള ഒരു ഏരിയയാണ്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പോകുമ്പോൾ വെളിയിലുള്ള മണങ്ങളോ പൊടികളോ ഒന്നും വാഹനത്തിന് ഉള്ളിലേക്ക് കയറാൻ പാടില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ മോഡിലേക്ക് നമ്മൾ കൃത്യമായിട്ടും ഇട്ടേ വണ്ടി ഓടിക്കാനായിട്ട് പാടുള്ളൂ. അതുകൊണ്ട് പോകുന്ന റോഡും സാഹചര്യവും മനസ്സിലാക്കി ഈ നോബ് നമ്മൾ കൃത്യമായിട്ട് ചേഞ്ച് ചെയ്തിടുക. ഇനി ഈ ഒരു നോബ് നമ്മൾ ഇങ്ങേ സൈഡിലേക്ക്, റൈറ്റ് സൈഡിലേക്ക് മാറ്റി കഴിയുമ്പോൾ അവിടെ മറ്റൊരു കാറിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ഒരു ആരോ കാറിൻ്റെ ഉള്ളിലേക്ക് വരുന്നതായിട്ട് നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ കാറിൻ്റെ പടം കൊണ്ട് അർത്ഥമാക്കുന്നത് വെളിയിൽ നിന്ന് വരുന്ന എയറിനെ റീസർക്കുലേറ്റ് ചെയ്ത് AC ആക്കി ഉപയോഗിക്കുന്ന ഒരു മോഡാണ്. അതായത് നമ്മൾ വണ്ടിയായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഒരു നല്ല അന്തരീക്ഷത്തിലൂടെയാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എയർ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മോഡിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു എയർ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയും അതിനെ റീസർക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ഒരു ദീർഘദൂര യാത്ര പോകുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിടുന്നത് നല്ലതാണ്. കാരണം എന്താണ്, നമ്മൾ ഒരുപാട് നേരം വാഹനത്തിൽ ഇരിക്കുമ്പോൾ പവർ വിൻഡോകളൊക്കെ കയറ്റിയിട്ടാണ് പോകുന്നതെങ്കിൽ വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന എയർ ടൈറ്റും മണവും ഒക്കെ നമുക്ക് ഒരുപാട് വാഹനത്തിൻ്റെ ഉള്ളിൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളുടെ ശരീരത്തിന് ഉണ്ടാകും. അതുകൊണ്ട് പോകുന്ന റോഡ് അനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിടുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളൊരു വാഹനം വെളിയിൽ പാർക്ക് ചെയ്തിടുന്ന സമയത്ത് പിന്നീട് വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് പ്രത്യേകിച്ച് നമ്മൾ വാഹനം പാർക്ക് ചെയ്തിട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ തണലത്തൊക്കെ നമുക്ക് വാഹനം പാർക്ക് ചെയ്യാൻ എപ്പോഴും കഴിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ വാഹനത്തിലേക്ക് കയറുന്ന സാഹചര്യത്തിൽ നല്ല ചൂടുള്ള ടൈം ആണെങ്കിൽ നമ്മൾ വാഹനത്തിൽ കയറിയാൽ ഉടൻ തന്നെ 4 പവർ വിൻഡോയും താഴ്ത്തി ഇട്ടതിന് ശേഷം AC-യുടെ നോബ് നമ്മൾ ചേഞ്ച് ചെയ്തിടുമ്പോൾ വെളിയിൽ നിന്ന് വരുന്ന എയറിനെ റീസർക്കുലേറ്റ് ചെയ്ത് AC ആക്കുന്ന മോഡിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തിടുക. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത്, നല്ല വെയിലത്താണ് വാഹനം കിടക്കുന്നതെങ്കിൽ ആ ചൂട് നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് അടിക്കുകയും ഉള്ളിലുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ ചൂടടിച്ച് പ്ലാസ്റ്റിക് മുഖാന്തരം ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് വിൻഡോകളെല്ലാം കൃത്യമായിട്ട് നമ്മൾ താഴ്ത്തിയിടുക. അതിനുശേഷം AC-യുടെ നോബ് നമ്മൾ വെളിയിൽ നിന്ന് വരുന്ന എയറിനെ റീസർക്കുലേറ്റ് ചെയ്ത മോഡിലേക്കൊന്ന് മാറ്റിയിടുക. ശേഷം
പിന്നീട് AC ഉപയോഗിക്കുക. ഇനി അതുപോലെ തന്നെ പല ആൾക്കാർക്കും സംശയമുള്ള ഒരു കാര്യമാണ്, നമ്മൾ വാഹനത്തിൽ AC ഇട്ട് ഡ്രൈവ് ചെയ്താൽ നമ്മളുടെ വാഹനത്തിന് മൈലേജ് കുറയാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും AC ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ വാഹനത്തിന് മൈലേജിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസം വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് നമ്മൾ മനസ്സിലാക്കി വാഹനം ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങളുണ്ട്. നമ്മൾ വാഹനത്തിൽ AC ഇടുന്ന സാഹചര്യങ്ങളിൽ ACയുടെ ഈ ഒരു ബ്ലോവർ ഇടുന്ന സമയത്ത്, അതായത് സ്പീഡ് ഇടുന്ന സമയത്ത് ആദ്യം നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഒരു തണുപ്പ് നമുക്ക് ലഭിക്കുന്നില്ല, നല്ല രീതിയിലുള്ള ഒരു ചൂടാണെങ്കിൽ നമ്മളൊരു 2-ലൊക്കെ ആദ്യം ഇട്ട് നോക്കുക. എന്നിട്ടും ചൂട് കൂടുതലായിട്ടുണ്ടെങ്കിൽ 3-ലേക്ക് ആക്കുക. അത്യാവശ്യം വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു തണുപ്പായതിനു ശേഷം ഈ 3-ൽ നിന്ന് മാറ്റി 2-ലേക്കും 1-ലേക്കും ഒക്കെ ചേഞ്ച് ചെയ്തിടുക. പരമാവധി 1-ലാക്കുക. 1-ലാക്കി നമ്മൾ ഗ്ലാസ്സൊക്കെ കയറ്റിയിട്ടാണ് പോകുന്നതെങ്കിൽ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഒരു കൂളിങ്, അത്യാവശ്യം ചെറിയ രീതിയിലല്ല, നല്ല രീതിയിലുള്ള ഒരു കൂളിങ് നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകും. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മളൊരു ഡ്രൈവ് ചെയ്തു പോകുന്നതെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് മൈലേജ് ഒരുപാട് കുറയാനായിട്ടുള്ള സാധ്യതകൾ ഇല്ല. ഒപ്പം തന്നെ നമ്മൾ ACയുടെ മോഡുകൾ മാറ്റി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ACയുടെ മോഡ് ചേഞ്ച് ചെയ്തിട്ടേക്കുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. അതായത് നമ്മളുടെ ശരീരത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് എയർ കിട്ടുന്ന രീതിയിൽ, ഡ്രൈവിംഗ് സീറ്റിലും കോ ഡ്രൈവർ സീറ്റിലും ബാക്ക് സൈഡിലേക്കൊക്കെ എയർ AC കിട്ടുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. എന്നാൽ നമ്മളിത് മാറ്റി മാറ്റി ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതായത് ഇതൊന്ന് ഇങ്ങോട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാലിലേക്കും നമ്മളുടെ ശരീരത്തിൻ്റെ ഭാഗത്തേക്കും നമുക്ക് എയർ കിട്ടുന്ന രീതിയിലേക്ക് ആക്കിയിടാനായിട്ട് കഴിയും. ഇത് മുകൾ ഭാഗത്തേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാലിലേക്ക് കുറച്ച് എയറിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് ഇത് ചേഞ്ച് ചെയ്തിടാനായിട്ട് കഴിയുന്നതാണ്. പിന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മഴയോ മഞ്ഞോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഈ നോബ് ഈ ഒരു ഭാഗത്തേക്ക് പ്രോപ്പറായിട്ട് മാറ്റി ഇട്ട് നമ്മൾ AC ഉപയോഗിക്കുക. അപ്പം നമുക്ക് മിസ്റ്റോ മറ്റു കാര്യങ്ങളോ ഒക്കെ വരുന്നത് ഒഴിവാക്കാനായിട്ട് കഴിയുന്നതാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ACയുടെ ഈ ഒരു മോഡാണ്. അതായത് ഇത് നമുക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള കൂളിംഗ് കിട്ടുന്ന ഒരു മോഡിലേക്കാണ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടേക്കുന്നത്. നമുക്ക് ഇത്രയധികം തണുപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് കുറച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. പല ആൾക്കാർ ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യും, മാറ്റി ഉപയോഗിക്കാറില്ല. എന്നാൽ ഇതും മാറ്റി നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഒത്തിരി തണുപ്പിൻ്റെ ആവശ്യം വാഹനത്തിൻ്റെ ഉള്ളിലില്ല. നമ്മൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ ഇത് ഇത്തരത്തിൽ തന്നെ കുറച്ചിടുക. നമുക്ക് ഹീറ്റ് ആവശ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ ചെറിയ രീതിയിലുള്ള ഹീറ്റിലേക്ക് നമ്മൾ ഇടുക. AC ഇട്ട് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി 2 പോയിന്റും കൂടെ പറഞ്ഞ് വീഡിയോ നിർത്തുകയാണ്. നമ്മൾ ഒരു വാഹനം ഇത്തരത്തിൽ പാർക്ക് ചെയ്തിടുന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ വെളിയിൽ നിന്ന് വാഹനത്തിലേക്ക് കയറുമ്പോൾ നമ്മളൊരു വേർതിരിക്കുന്ന ഒരു പരുവത്തിലാണെങ്കിൽ വന്നാൽ ഉടൻ തന്നെ AC ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് വളരെ വേഗത്തിൽ പനിയോ മറ്റു കാര്യങ്ങളൊക്കെ പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് ചെറിയൊരു പോയിന്റാണ്, നിങ്ങൾക്കൊരു പരിധിവരെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോൾ ഇതിങ്ങനെ ഷെയർ ചെയ്യുന്നത്, ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒട്ടുമിക്ക വീഡിയോകളും വാഹനത്തിൻ്റെ ഉള്ളിലിരുന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഗ്ലാസ് കയറ്റിയിടും, വെളിയിൽ നിന്ന് നോയ്സ് കയറാതിരിക്കാൻ. AC ഉപയോഗിക്കാറില്ല. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ACയുടെ സൗണ്ടും കൂടെ നമുക്ക് ഈ പറയുന്ന സമയത്ത് അതും കൂടെ ക്യാമറയിൽ റെക്കോർഡാകും. അതുകൊണ്ട് അതും ചെയ്യാറില്ല. പക്ഷേ ഇങ്ങനെ കുറേയധികം സമയം പറയുന്നത് മുഖാന്തരം ചൂടുണ്ടാകും, വേർക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യും, ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് AC ഇട്ട് കൊടുക്കും. AC ഇട്ട് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് ഒരുപാട് തവണ പനി ചെറിയ രീതിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് കൃത്യമായിട്ടും വെളിയിൽ നിന്ന് നമ്മൾ വേർത്തൊക്കെയാണ് കയറി വരുന്നതെങ്കിൽ ഡയറക്റ്റായിട്ട് ഒറ്റയടിക്ക് AC ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ACയുടെ വിൻഡോകൾ ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ക്ലോസ് ചെയ്ത് പാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങോട്ട് ഒത്തിരി പൊടിയോ മറ്റു കാര്യങ്ങളോ ഒന്നും കയറാതെ നമുക്ക് ആ ഒരു ഭാഗവും കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പം വളരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ പറഞ്ഞു. ഒപ്പം നിങ്ങൾ ഈ AC ചെക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു 6 മാസമൊക്കെ കൂടുമ്പോൾ കൃത്യമായിട്ടും നമ്മൾ കൊണ്ടുപോയി ACയെ ഒന്ന് ചെക്ക് ചെയ്യുക. ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിഹരിച്ച് പിന്നീട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അതും കൂടെ ഒന്ന് എഴുതിയിടുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.